ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. അപ്പം ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന പരീക്ഷകൾ വരുന്നുണ്ട്, നിരവധി പരീക്ഷകൾ വരുന്നുണ്ട്. അതായത് എസ് എ മെയിൻസ്, അതുപോലെ തന്നെ 10th പ്രിലിംസ്, ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ നിരവധി പരീക്ഷകൾ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ വി എഫ് എ ബിവറേജ് എൽ ഡി, അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എഫ് തുടങ്ങിയ നിരവധി പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പം ആ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഒരു കറണ്ട് അഫെയർ ഒരു സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ടോപ്പിക് വൈസ് ആയിട്ട്. അത് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ കറണ്ട് അഫെയർ സീരീസ് ന്യൂ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടലിൻ്റെ പേരെന്താണ്? അപ്പോൾ കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടലിൻ്റെ പേരെന്താണ്? പോക്കറ്റ് മാർട്ട് കേട്ടോ. പോക്കറ്റ് മാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടലിൻ്റെ പേരെന്താണ്? പോക്കറ്റ് മാർട്ട്. പോക്കറ്റ് മാർട്ട് കേട്ടോ, മറക്കരുത്. കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടലിൻ്റെ പേരാണ് പോക്കറ്റ് മാർട്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളുടെ തനത് കലാരൂപങ്ങളെ സംരക്ഷിക്കാനും കലാകാരന്മാർക്ക് ഉപജീവനമാർഗം നൽകാനും കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പുതിയ സംരംഭമാണ് ജൻഗൾസ കേട്ടോ. ജൻഗൾസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യത വളരെ ഏറിയൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നോട്ട് ചെയ്താൽ ജൻഗൾസ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൻഗൾസ എന്ന് പറഞ്ഞ പുതിയ സംരംഭം എന്താണ്? കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളുടെ തനത് കലാരൂപങ്ങളെ സംരക്ഷിക്കാനും കലാകാരന്മാർക്ക് ഉപജീവനമാർഗം നൽകാനും കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പുതിയ സംരംഭത്തിൻ്റെ പേരാണ് ജനഗൾസ. ജനഗൾസ, ജനഗൾസ, മറക്കരുത്. അടുത്ത നമുക്ക് നോക്കാം. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ KSFDCയുടെ പുതിയ ചെയർമാനായി നിയമിതനായതാരാണ്? കെ മധുവാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായതാരാണ്? കെ മധു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്താണ്? ലീപ് കേരള കേട്ടോ. ലീപ് കേരള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീപ് കേരള. അപ്പോൾ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്താണ്? ലീപ് കേരള. ലീപ് കേരള, മറക്കരുതേ. അടുത്തൊരു ഇതിൽ നോക്കാം. അടുത്തിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ദേശീയ സഹകരണ നയത്തിൻ്റെ കരട് തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷനാരാണ്? മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു ആണ് കേട്ടോ. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു ആണ്. അപ്പോൾ എന്താണ്? അടുത്തിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ദേശീയ സഹകരണ നയത്തിൻ്റെ കരട് തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷനാരാണ്? മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം, ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാട്. തമിഴ്നാട്, മറക്കരുത്. വരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്തത് നോക്കാം. നമ്പിയോ സുരക്ഷാ സൂചികയിലെ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? അഹമ്മദാബാദ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പിയോ സുരക്ഷാ സൂചികയിലെ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? അഹമ്മദാബാദ്. അഹമ്മദാബാദ്, മറക്കരുത്. നമ്പിയോ സുരക്ഷാ സൂചികയിലെ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അഹമ്മദാബാദ്. അഹമ്മദാബാദ്. ക്ലിയർ ആണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ അക്വാ ടെക് പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനമാണ് അസം കേട്ടോ. ആസം കേട്ടോ. അപ്പോൾ ആസമിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അക്വാ ടെക് പാർക്ക് നിലവിൽ വന്നത് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അക്വാ ടെക് പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ആസം. ആസം. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പം 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ക്ലിയർ ആണ്, നോക്കണേ. ഇന്ത്യയാണ്. അടുത്തത്, താഷ്കൻഡ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരീനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താഷ്കൻഡ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരീൻ. നിഹാൽ സരീൻ കേട്ടോ. നിഹാൽ സരീൻ ആണ്. അപ്പോൾ താഷ്കൻഡ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീൻ. അതുപോലെ തന്നെ 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. അതുപോലെ നോട്ട് ചെയ്തോണേ. 2025 150-ാം വാർഷികം ആഘോഷിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ 2025 150-ാം വാർഷികം ആഘോഷിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ക്ലിയർ ആണ്?
അടുത്തത് നമുക്ക് നോക്കാം. അടുത്തിടെ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് സർക്കാർ ജോലികളിലെ 35% വനിതാ സംവരണം ആ സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത്? ബീഹാറാണ് കേട്ടോ. അപ്പം നോട്ട് ചെയ്തോണം. അടുത്തിടെ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് സർക്കാർ ജോലികളിലെ 35% വനിതാ സംവരണം ആ സംസ്ഥാനത്തെ സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ പറയണം ബീഹാർ സംസ്ഥാനമാണ് കേട്ടോ. ബീഹാറാണേ. അതുപോലെ തന്നെ അടുത്തിടെ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മൊബൈൽ വോട്ടിംഗ് സംവിധാനം വിജയകരമായി ഉപയോഗിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ് കേട്ടോ. വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയേറിയൊരു ചോദ്യമാണ് കേട്ടോ. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ എന്താണ്? അടുത്തിടെ ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മൊബൈൽ വോട്ടിംഗ് സംവിധാനം വിജയകരമായി ഉപയോഗിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ബീഹാർ. ക്ലിയർ ആണേ? 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ആസ്ട്രേലിയയാണ് കേട്ടോ. ആസ്ട്രേലിയ. അപ്പോൾ എന്താണ്? 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ ലോകത്തിലെ തന്നെ ആദ്യ രാജ്യം ഏതാണ്? നമ്മുടെ ആസ്ട്രേലിയയാണ് കേട്ടോ. ആസ്ട്രേലിയയാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം. വിലക്കേർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ആസ്ട്രേലിയ. മറക്കരുതേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് ലോകാരോഗ്യ സംഘടന WHO മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം ഏതാണ്? സുരിനാമാണ് കേട്ടോ. സുരിനാം. അപ്പോൾ essay മെയിൻസ് ഒക്കെ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർ ആ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഇത് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. ലോകാരോഗ്യ സംഘടന WHO മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യം ഏതാണ്? സുരിനാമാണ് കേട്ടോ. സുരിനാം. മറക്കല്ലേ. അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ആരാണ്? ലീ ജെ മ്യൂങ് ആണ് കേട്ടോ. ലീ ജെ മ്യൂങ്. ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ലീ ജെ മ്യൂങ് കേട്ടോ. ലീ ജെ മ്യൂങ്. ഇറ്റാലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റുകളിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ സ്പാനിഷ് താരമാരാണ്? കാർലോസ് അൽവാരസ് കേട്ടോ. കാർലോസ് അൽവാരസ് ആണ് കേട്ടോ. അൽവാരസ് ആണ്. കാർലോസ് അൽവാരസ് കേട്ടോ. അപ്പം ഇറ്റാലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റുകളിൽ പുരുഷ സിംഗിൾ കിരീടം നേടിയ സ്പാനിഷ് താരമാരാണ്? കാർലോസ് അൽവാരസ് ആണ് കേട്ടോ. അടുത്തത് സ്ഥാപക നേതാവായ മുജിബുൾ റഹ്മാന്റെ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. നമ്മുടെ തൊട്ട് അയൽവക്കം കിടക്കുന്ന രാജ്യമായതുകൊണ്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നോട്ട് ചെയ്തോണേ. സ്ഥാപക നേതാവായ മുജിബുൾ റഹ്മാന്റെ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. 2025 UN സമുദ്ര ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? നീസ്. ഫ്രാൻസിലെ നീസ് ആണ് കേട്ടോ. അപ്പം നോട്ട് ചെയ്തോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. 2025 UN സമുദ്ര ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം നീസ് ആണ്. ഫ്രാൻസിലെ നീസ് ആണ്. ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്തെത്തിയ ഇന്ത്യക്കാരനാരാണ്? അശോക് എള്ളുസ്വാമി. അപ്പോൾ ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്തെത്തിയ ഇന്ത്യക്കാരനാരാന്ന് ചോദിച്ചാൽ പറയണം അശോക് എള്ളുസ്വാമി. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരമാരാണ്? ദിവ്യ ദേശ്മുഖ്. വളരെ നല്ലൊരു ചോദ്യമാണ്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരമാരാണ്? ദിവ്യ ദേശ്മുഖ് കേട്ടോ. അപ്പോൾ എന്താണ്? 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരമാരാണ്? ദിവ്യ ദേശ്മുഖ്. 32 ടീമുകൾ പങ്കെടുത്ത 2025 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയ ടീം ഏതാണ്? ചെൽസിയാണ് കേട്ടോ. അപ്പോൾ എന്താണ്? 32 ടീമുകൾ പങ്കെടുത്ത 2025 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയ ടീം ഏതാണ്? ചെൽസിയാണ് കേട്ടോ. ചെൽസി. 2025 അമേരിക്കയിൽ നടന്ന വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 3ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ 2025 അമേരിക്കയിൽ നടന്ന വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 3ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഇപ്പോഴത്തെ ഫിഫ റാങ്കിങ് എത്രയാണ്? 133ാം സ്ഥാനമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഇപ്പോഴത്തെ ഫിഫ റാങ്കിങ് എത്രയാണ്? 133 ആണ്. അപ്പം 133ാം സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ ഫിഫ റാങ്കിങ്ങിൽ. ഇന്ത്യൻ ഫുട്ബോൾ ടീം നിലവിലുള്ളത് 133ാം റാങ്കാണ്. ഇത് PSC പരീക്ഷകളിൽ ചോദിച്ച് കാണാറുള്ളതാണ് ഫിഫ റാങ്കിങ്. അതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചാണ് 133ാം റാങ്കാണ് ഇന്ത്യക്ക് ഫിഫ റാങ്കിങ് കേട്ടോ. കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാൻ സ്മാർട്ട് മൊസ്കിറ്റോ സർവൈലൻസ് സിസ്റ്റം SMOSS ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നോട്ട് ചെയ്തോണേ. കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ
കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാൻ സ്മാർട്ട് മോസ്കിറ്റോ സർവൈലൻസ് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. നഗര ശുചീകരണത്തിനായി കാസർഗോഡ്, തിരുവനന്തപുരം LBS കോളേജുകൾ ചേർന്ന് വികസിപ്പിച്ച AI സംവിധാനത്തിന്റെ പേരെന്താണ്? ശുചിത്വ AI കേട്ടോ, ശുചിത്വ AI. അപ്പോൾ എന്താണ്? നഗര ശുചീകരണത്തിനായി കാസർഗോഡ്, തിരുവനന്തപുരം LBS കോളേജുകൾ ചേർന്ന് വികസിപ്പിച്ച AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിന്റെ പേരെന്താണ്? ശുചിത്വ AI. മറക്കരുതേ. ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ മലയാളിയാകാൻ പോകുന്ന എക്സ്പെഡീഷൻ 75 ദൗത്യത്തിന്റെ ഭാഗമായ വ്യക്തി ആരാണ്? ഡോക്ടർ അനിൽ മേനോൻ. നോട്ട് ചെയ്തോടെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇനി വരുന്ന പരീക്ഷകളിൽ. ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ മലയാളിയാകാൻ പോകും. നോക്കിക്കോണേ, ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ മലയാളിയാകാൻ പോകുന്ന എക്സ്പെഡീഷൻ 75 ദൗത്യത്തിന്റെ ഭാഗമായ വ്യക്തി ആരാണ്? ഡോക്ടർ അനിൽ മേനോനാണ് കേട്ടോ, ഡോക്ടർ അനിൽ മേനോനാണ്. അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ISS എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനങ്ങളുടെ പേരെന്തെല്ലാമാണ്? ജ്യോതി ഉമ കേട്ടോ. അപ്പോൾ എന്താണ്? അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനങ്ങളുടെ പേരുകൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജ്യോതി ഉമ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പ്രളയാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, പ്രളയ്. അപ്പോൾ എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പ്രളയ്. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. 2025 ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഓസ്ട്രേലിയ ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും വലിയ സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? ടാലിസ്മാൻ സാംബർ കേട്ടോ, ടാലിസ്മാൻ സാംബർ. അപ്പോൾ എന്താണ്? 2025 ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഓസ്ട്രേലിയ ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും വലിയ സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? ടാലിസ്മാൻ സാംബർ കേട്ടോ. അപ്പോൾ 2025 ഇന്ത്യ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ആദ്യമായി പങ്കെടുത്ത ഓസ്ട്രേലിയൻ ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും വലിയ സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? ടാലിസ്മാൻ സാംബർ. കർണാടകയിലെ ശരാവതി നദിക്ക് കുറുകെ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേയ്ഡ് പാലം ഏതാണ്? സിഗദൂർ പാലം. നോട്ട് ചെയ്തോണേ. കർണാടകയിലെ ശരാവതി നദിക്ക് കുറുകെ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേയ്ഡ് പാലമാണ് സിഗദൂർ പാലം. തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് അടുത്തിടെ ഏറ്റെടുത്ത പ്രതിരോധ സ്ഥാപനം ഏതാണ്? DRDO ആണ് കേട്ടോ, DRDO. അപ്പോൾ എന്താണ്? തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് അടുത്തിടെ ഏറ്റെടുത്ത പ്രതിരോധ സ്ഥാപനം ഏതാണ്? DRDO. ശത്രുക്കളുടെ അതിവേഗ ആളില്ലാ വ്യോമാക്രമണ സംവിധാനങ്ങൾ UAVs തകർക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ടു എയർ മിസൈൽ ഏതാണ്? അസ്ത്രയാണ്. നോട്ട് ചെയ്തോണേ. ശത്രുക്കളുടെ അതിവേഗ ആളില്ലാ വ്യോമാക്രമണ സംവിധാനങ്ങൾ തകർക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ടു എയർ, നോട്ട് ചെയ്തോണേ, എയർ ടു എയർ മിസൈൽ ഏതാണ്? അസ്ത്രയാണ്. എയർ ടു എയർ മിസൈൽ ഏതാണ്? അസ്ത്രയാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, അസ്ത്ര. പരീക്ഷയ്ക്ക് ചോദിക്കും. ആഴക്കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഡൈവിംഗ് സപ്പോർട്ട് കപ്പൽ ഏതാണ്? INS നിസ്തർ ആണ് കേട്ടോ, INS നിസ്തർ. അപ്പോൾ എന്താണ്? ആഴക്കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം INS നിസ്തർ. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടിയാണ് നമ്മുടെ ദീപിക പദുക്കോൺ കേട്ടോ. അപ്പോൾ എന്താണ്? ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം നോക്കുകയാണെങ്കിൽ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടി ആരാണെന്ന് ചോദിച്ചാൽ പറയണം ദീപിക പദുക്കോൺ. പ്രതിദിന ഇടപാടുകളുടെ എണ്ണത്തിൽ വിസയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെൻറ്റ് സംവിധാനമായി മാറിയത് ഏതാണ്? UPI ആണ് കേട്ടോ. നോക്കുകയാണെങ്കിൽ UPIയുടെ ഫുൾ ഫോം എന്ന് അറിഞ്ഞിരിക്കണം. യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് ആണ് കേട്ടോ, യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് ആണ്. അപ്പോൾ എന്താണ്? പ്രതിദിന ഇടപാടുകളുടെ എണ്ണത്തിൽ വിസയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെൻറ്റ് സംവിധാനമായി മാറിയത് ഏതാണ്? UPI ആണ് കേട്ടോ, UPI. മറക്കരുത്, UPI ആണ്. പ്രതിരോധ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? ബിത്രാദ്വീപ്. അപ്പോൾ എന്താണ്? പ്രതിരോധ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? ബിത്രാദ്വീപ്.
പ്രമുഖ വ്യവസായിയായ എലോൺ മസ്ക് 2025 ജൂലൈയിൽ അമേരിക്കയിൽ പ്രഖ്യാപിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? അമേരിക്ക പാർട്ടി കേട്ടോ, അമേരിക്ക പാർട്ടി. അപ്പോൾ എന്താണ്? പ്രമുഖ വ്യവസായിയായ എലോൺ മസ്ക് 2025 ജൂലൈയിൽ അമേരിക്കയിൽ പ്രഖ്യാപിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? അമേരിക്ക പാർട്ടി, അമേരിക്ക പാർട്ടി. 4 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ആഫ്രിക്കൻ രാജ്യമായ ആംഗോളയുടെ പ്രസിഡന്റ് ആരാണ്? ജോവോ മാനുവൽ ലൊറേഞ്ചോ കേട്ടോ, നോട്ട് ചെയ്തോണേ, ലോവോ മാനുവൽ ലൊറേഞ്ചോ. അപ്പോൾ എന്താണ്? 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ആഫ്രിക്കൻ രാജ്യമായ ആംഗോള കേട്ടോ, ആംഗോളയുടെ പ്രസിഡന്റ് ആരാണ്? ജോവോ മാനുവൽ ലൊറേഞ്ചോ കേട്ടോ, ജോവോ മാനുവൽ ലൊറേഞ്ചോ ആണ് ആംഗോളയുടെ പ്രസിഡന്റ്, നോട്ട് ചെയ്തോണേ. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എവിടെയാണ് നിലവിൽ വരുന്നത്? അമരാവതി, ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എവിടെയാണ് നിലവിൽ വരുന്നത്? അമരാവതി, ആന്ധ്രാപ്രദേശ്. ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ്റെ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ്റെ പേരെന്താണ്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കുറച്ച് ഷുവർ ഷോട്ട് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനിയും നമ്മൾ തുടർന്നും ക്ലാസ്സുകൾ ഇടുന്നതാണ് ഷുവർ ഷോട്ട് കറണ്ട് അഫയറിൻ്റെ. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ലൈക്ക് ചെയ്ത്, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും തന്നെ ഇടുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. മാക്സിമം ഇനിയിപ്പോൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് ഷുവർ ഷോട്ട് കറണ്ട് അഫയർ എന്ന് പറഞ്ഞൊരു ക്ലാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതിന് മുമ്പേ നമ്മൾ കറണ്ട് അഫയറുമായിട്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ കറണ്ട് അഫയർ സീരീസ് ന്യൂ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത് തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയർ ക്ലാസ്സസ് ഇടുന്നതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് മാത്രം നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയർ ക്ലാസ്സസ് ഇടുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയർ ക്ലാസ്സസും നമ്മുടെ ചാനലിലൂടെ ഇടുന്നതാണ്. അപ്പോൾ ക്ലാസ്സിനും PSCയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളുമായി വേണ്ടി നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് കയറ്റാനും ഒന്നും മറക്കരുതേ, ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് റെക്കമെൻഡേഷൻ ചെല്ലാൻ വേണ്ടിയാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.